ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വർക്ക് ഏരിയ, അതായത് നമ്മുടെ വീടിൻ്റെയൊക്കെ അടുക്കള കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെറിയൊരു വർക്ക് ഏരിയ കൂടി എടുക്കാറുണ്ട്. ഈ വർക്ക് ഏരിയയിലേക്ക് വരുന്ന സപ്ലൈ എങ്ങനെയാണ്, അതുപോലെ തന്നെ മോട്ടറിൻ്റെ കണക്ഷൻസ്, പവർ പ്ലഗുകൾ, അതുപോലെ തന്നെ ചിമ്മിണി, അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, പിന്നെ അതുകൊണ്ട് എക്സോസ്റ്റ് വേണമെങ്കിൽ എക്സോസ്റ്റ്, അതിൻ്റെ പവർ പ്ലഗുകൾ, കാര്യങ്ങളുടെ ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് വർക്ക് ഏരിയ എടുത്തിരിക്കുന്നതാണ്, അതായത് അടുക്കളയുടെ പുറത്ത് നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ എടുത്തിരിക്കുന്നു. ആ വർക്ക് ഏരിയ വരുന്ന സപ്ലൈയും അതുപോലെ തന്നെ അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നു. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, നമ്മൾ അടുക്കളയിൽ തൊട്ടപ്പുറത്ത് തന്നെ അടുക്കളയിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിരിക്കും വർക്ക് ഏരിയ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിസ്താരമായിട്ടാണെങ്കിൽ വർക്ക് ഏരിയ എടുക്കാം. വർക്ക് ഏരിയയിലുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഏറ്റവും ആദ്യം ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഏരിയയിൽ, അതായത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ബോക്സ് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഈ വരുന്ന വർക്ക് ഏരിയയുടെ ഏരിയയാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന ബോക്സുകളും അതുപോലെ തന്നെ ചിമ്മിണി കാര്യങ്ങൾ, ഇതിൻ്റെ അകത്താണ് പുകടുപ്പ് നമുക്ക് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് സാധാ ചിമ്മിണി വരുന്ന സിസ്റ്റം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ചിമ്മിണി വരുന്ന സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പുകടുപ്പും വെക്കാവുന്ന രീതിയിൽ സ്ലാബ് അതുപോലെ തന്നെ താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ ഏരിയ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ നേരെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ലാബ് വരുന്നുണ്ട്. സ്ലാബിൻ്റെ ഹൈറ്റ് ഏകദേശം 85-90 സെൻറ്റിമീറ്ററാണ് ഫിനിഷിങ് വരുന്ന സമയത്ത് വരുന്നത്. അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിങ്കിൻ്റെ ഒറ്റ സ്ലാബായിട്ടാണ് കിടക്കുന്നത്. അതായത് അങ്ങേയറ്റത്ത് ഒരു ചെറിയൊരു പോർഷൻ കഴിഞ്ഞ് സിങ്ക് വരുന്നു. അതിനുശേഷം മൊത്തം ഫ്രീ ആയിട്ട് കിടക്കുന്നു. ഇതാണ് മെയിനായിട്ട് വരുന്ന കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഏരിയ. അവിടെയാണ് നമ്മുടെ ലൈറ്റിൻ്റെ എല്ലാം കൺട്രോളിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പവർ പ്ലഗുകളാണ്. 2 പവർ പ്ലഗ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു പവർ പ്ലഗ് ആക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് കൂടെ കൊടുക്കാം. സിങ്ക് തൊട്ടടുത്തായതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് കൂടി നമ്മളിവിടെ കൊടുക്കുന്നു. പിന്നെ മുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പുറത്ത് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഹോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചിമ്മിണിയുടെ അകത്തേക്ക് അല്ലെങ്കിൽ പുകടുപ്പ് വരുന്ന സ്ഥലത്തേക്ക് ഒരു ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ലിങ്ക് ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ മുകളിലേക്ക് പോയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഒരു സർക്യൂട്ട്, അതായത് നമ്മുടെ വരുന്ന സർക്യൂട്ട് കംപ്ലീറ്റ് നേരെ അവിടെ വരുന്നതിന് ശേഷം ആ കല്ലിരിക്കുന്ന സ്ഥലത്തും കാണാൻ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമ്മളൊരു എക്സോസ്റ്റ് വയ്ക്കുന്നു. എക്സോസ്റ്റ് എന്തായാലും വേണം വർക്ക് ഏരിയ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ നേരെ വെട്ടിപ്പോയതിന് ശേഷം ഒരു 4 PVC വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അവിടെയാണ് ലൈറ്റ് പോയിന്റ് വരുന്നത്. അതിനുശേഷം നേരെ വന്നതിന് ശേഷം അടുത്ത അങ്ങേയറ്റത്തായിട്ട് നമ്മൾ ഒരു പവർ പ്ലഗ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ആ പവർ പ്ലഗും അതുപോലെ തന്നെ പുറത്തെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റിൻ്റെ കൺട്രോളിങ് നമ്മൾ പുറത്തെ ലൈറ്റ്, അതായത് ഇവിടെ നിന്ന് ഇട്ടതിന് ശേഷം പുറത്തേക്ക് വരുന്ന സ്ഥലത്ത് ആയതുകൊണ്ട് നമ്മളൊരു ലൈറ്റിൻ്റെ കൺട്രോളിങ്ങും നമ്മളവിടെ കൊടുക്കുന്നു. അതിനുശേഷം നേരെ മുകളിലേക്ക് പോയതിന് ശേഷം നമ്മൾ അവിടെ ഒരു വാൾ ഫാൻ, അതായത് ഫാൻ അത്യാവശ്യമാണെങ്കിൽ വാൾ ഫാൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ അതല്ല നമ്മൾ സീലിംഗ് ഫാൻ ആണെങ്കിൽ നേരത്തെ ഹുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സീലിങ്ങിൽ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്, ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സീലിങ്ങിൻ്റെ വാർക്കിലിടുന്ന ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 3 ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം വെട്ടം മുകളിൽ നിന്ന് കിട്ടും. ഒരു 2 ലൈറ്റും മുകളിൽ 3 ലൈറ്റും പിന്നെ ഒരു ഫാനുമാണ് നമ്മൾ വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് സർക്യൂട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഫ്ലോറിലൂടെയാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഫ്ലോറിലൂടെ, അതായത് ലിങ്ക് ചെയ്ത് പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ആ വരുന്ന മോട്ടറിൻ്റെ ഏരിയയിൽ നിന്നും നേരെ വെട്ടി താഴേക്ക് ക്ലിയർ ചെയ്തിരിക്കുന്നു. അവിടെ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ കിച്ചണിൻ്റെ ബോക്സ് നമ്മൾ പറഞ്ഞില്ലേ, പുറത്തേക്ക് ഇറങ്ങുന്ന ബോക്സ്, ആ ബോക്സിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വർക്ക് ഏരിയ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഇടാനായിട്ട് ഏകദേശം ഒരു ഏരിയയിൽ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പോയിന്റ് നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിലും കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.